നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ നജാത്തുൽ ഇസ്ലാം നസ്രി യുപി സ്കൂളിന്റെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പാനൂർ നജാത്തുൽ ഇസ്ലാം നഴ്സറി ആൻഡ് യുപി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. കുട്ടികളെ കളിക്കാൻ കൂടി പറഞ്ഞേക്കണം. ഇപ്പൊ നിങ്ങൾ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കളിക്കാൻ വേണ്ടി പറഞ്ഞ അപ്പാട് മൊബൈൽ കൊണ്ടുപോകും. നീ കളിക്കാൻ പറയാം, ഇതുകൊണ്ട് കളിച്ചോ കയ്യിൽ ഫോൺ. ഈ കളി അപകടമാണ്. ഇതിൽ കുട്ടികൾ പെട്ടുപോകുന്ന ചതിയെ കുറിച്ച് എത്ര ബോധം നിങ്ങൾ കഴിഞ്ഞ സാധിച്ചില്ലേ? ഗാസിയാബാദിൽ 16, 14, 12, 3 കുട്ടികൾ സഹോദരിമാർ കാര്യം വെച്ചു. കായികമായി സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കുമ്പോൾ മറുഭാഗത്ത് മെന്റൽ ഹെൽത്ത് വീക്കായി ഇത്തരം സോഷ്യൽ മീഡിയ സ്പേസിനകത്ത് കയറി അതിൽ എഡിക്റ്റഡായി മാറി 3 കുട്ടികൾ മരിച്ച കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്നതിനർത്ഥം ഈ പറഞ്ഞ ഇന്റർനെറ്റ് സ്പേസിലേക്കോ സോഷ്യൽ മീഡിയ സ്പേസിലേക്കോ കുട്ടികൾ പോകാൻ പാടില്ല. പക്ഷേ there needs some restrictions, there needs some regulation. അത് അനിവാര്യമാണ്. കുട്ടികൾ ടെക്നോളജി അധ്യാപകരുടെ പ്രശ്നം മനസ്സിലാക്കേണ്ട കാര്യം. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് നൌഫൽ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സമൂഹത്തിൽ അശ്രദ്ധ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ മഹിള കൂട്ടായ്മ ഇതിനകം ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സംരംഭം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധി ഉണ്ടായപ്പോൾ അതിൽ ഒരു പ്രധാന പ്രവർത്തനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ മതവിശ്വാസികൾക്കും വിദ്യ വേണം. വിദ്യാഭ്യാസം, വിദ്യയുള്ള ആളുകൾക്കാണ് സമൂഹത്തിൽ സ്ഥാനമുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ജീവിതത്തിലും അവരുടെ മരണാനന്തര ശേഷവും അവരെ ഓർക്കാനും ഓർമ്മിക്കാനും ആളുകൾ ഉണ്ടാകും എന്നത്. പാനൂർ മഹല്ല് കമ്മിറ്റിയുടെ കീഴിലുള്ള നജാത്ത് യുപി സ്കൂൾ ഈയിടെ നിര്യാതനായ പാനൂർ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായിരുന്ന മർഹൂം NKC ഉമ്മറിന്റെ നാമധേയത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 16 ക്ലാസ് മുറികളോടുകൂടിയ ആധുനിക സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് TK അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി. പലരും തന്നെ രൂക്ഷമായി പ്രതികരിച്ചത് കേട്ടിട്ടുണ്ടായിരുന്നു. പാണക്കാട് ചെയർമാനായ വഖഫ് ബോർഡ് പാനൂരിലെ കെട്ടിടങ്ങളുടെ വാടക വർദ്ധിപ്പിച്ച് ഇതിനൊരു സാമ്പത്തിക അഭിവൃദ്ധി വരുത്താൻ എടുത്ത വളരെ രചനാത്മകമായ വളരെ ഫലപ്രദമായ ഒരു തീരുമാനം എടുത്തപ്പോൾ അതിന്റെ വളർച്ച ചിലയിടങ്ങളിൽ നമ്മൾ കാണുക. തിരുവാലി സ്കൂളിലെ പുതിയ കെട്ടിടം, ഇപ്പോൾ പുതിയ നജാത്തിന്റെ പുതിയ ബിൽഡിംഗ്, ഇൻഷാ അല്ലാഹ് അല്ലാഹു അപാരമായ വിതരണം ചൊരിഞ്ഞാൽ ഈ പാനൂരിന്റെ മണ്ണിൽ. മഹല്ല് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PK ഷാഹുൽ ഹമീദ് പദ്ധതി വിശദീകരണം നടത്തി. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സുദിനമാണ് ഈ മഹല്ല് നിവാസികൾക്ക് ഇന്നത്തെ ദിവസം. ഈ മഹല്ലിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏകദേശം 7 മാസങ്ങൾക്ക് മുമ്പാണ് ഒട്ടേറെ തർക്ക വിതർക്കങ്ങൾക്കെല്ലാം ഒടുവിൽ ഒരു ജനകീയ കമ്മിറ്റി ഇവിടെ ഒരു തീർത്തും ജനകീയമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത്. എന്നാൽ ഈ 7 മാസക്കാലത്തിൻ്റെയും വിശ്രമരഹിതമായ പ്രവർത്തനങ്ങളാണ് ഈ മഹല്ല് ജമാഅത്തിൽ നിങ്ങളെല്ലാം പൂർണ്ണമായ പിന്തുണ കൊണ്ട് ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. അഭിനന്ദനായ സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ഇതിൻ്റെ നാൾവഴികളെക്കുറിച്ച് ചെറിയ ഒരു സൂചന നൽകുന്നതിന് വേണ്ടി മാത്രമേ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. K കുഞ്ഞബ്ദുള്ള, PPA സലാം, V സുരേന്ദ്രൻ മാസ്റ്റർ, N ധനഞ്ജയൻ, പ്രവീൺ PK, E മഹമ്മൂദ്, T നജീർ, അലി മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മഹല്ല് കമ്മിറ്റി ആരോഗ്യരംഗത്ത് നടപ്പിലാക്കുന്ന മെഡിക്കൽ പ്രിവിലേജ് കാർഡ് പദ്ധതിയെക്കുറിച്ച് ബാങ്കിൽ അനീഫ വിശദീകരിച്ചു. ചടങ്ങിന് മകൾ സെക്രട്ടറി OP റഫീഖ് സ്വാഗതവും
ടി റഷീദ് നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ്, പാനൂർ.